ഈ ഒരു ബാഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊരു കസ്റ്റമൈസിങ് ബാഗാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പം ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ടോട്ട് ബാഗ് ചെയ്യാനായിട്ടാണ്. അപ്പം അതിനുള്ള ലെങ്ത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 55 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്തിൽ കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബാഗിൻ്റെ ബേസിലോട്ടാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിൽ നിന്ന് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് 6 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഉണ്ടാക്കി നിർത്തി വെച്ചത് അവിടെ നിന്നിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റിച്ച് മാർക്കർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു പിന്നായാലും ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ചെയ്ത ഹുക്കാനായ ഹോളിലോട്ട് കയറ്റിയിട്ട് ഒന്നതിൻ്റെ ഗ്യാപ്പ് അടിക്കാനും കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എല്ലാ സ്റ്റിച്ചിലോട്ടും ഡബിൾ ക്രോഷേ വീതത്തിൽ ചെയ്ത് പൊക്കോണ്ടിരിക്കണം. ഇത് നമ്മുടെ ബാഗിൻ്റെ ബേസ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്തതിലോട്ട് വീണ്ടും ഒരു 6 സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിനകത്തൊരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. ഈ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഒരു ഹോൾ മാറ്റാനാണ് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആക്കിയിട്ട് അതേ സൈഡിൽ വീണ്ടും എല്ലാ സ്റ്റിച്ചിലോട്ടും ഡബിൾ ക്രോഷേ വീതത്തിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളും ഇതിനെ കവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബേസ് കണക്ക് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 2 സൈഡിൽ നമ്മൾ 6 ഡബിൾ ക്രോഷേ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. ഫ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ അതേ സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കണം. ഒരു ഡബിൾ ക്രോഷേ അല്ല 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് വിട്ടതിന് ശേഷം അടുത്ത സ്റ്റിച്ചിലോട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ചെയ്ത് വരണം. ഇനി നമ്മൾ ആ സെയിം പാറ്റേൺ ഇല്ലെങ്കിലും നമ്മൾ പാറ്റേൺ രീതിക്ക് എത്തുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. കറക്റ്റ് 2 സൈഡും നമ്മൾ ഈ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ നല്ലൊരു പാറ്റേൺ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ റൗണ്ട്സ് ഒക്കെ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങളൊരു ഫ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയിൻ 3 ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കണ്ടിന്യൂട്ടഡ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഹൈറ്റ് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഒരു തവണ ചെയ്താൽ മതി. അതായത് നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും ഇനി കയറ്റി പോകാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ മെയിൻ സ്റ്റിച്ചിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താലേ അത് ക്ലോസ് ആകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. അടുത്ത് നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ ഹൈറ്റ് കിട്ടാനാണ് നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ കാണുന്ന ഈ ഒരു ഹോളിലോട്ട് നമ്മൾ ഒരു 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞ് നമ്മളൊരു ചെയിൻ കൂടെ ചെയ്ത് കൊടുക്കണം. ചെയിൻ 1 ചെയ്ത ശേഷം നമ്മൾ അതിനകത്തോട്ട് 3 ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്താൽ നമ്മൾ പാറ്റേണിൻ്റെ കറക്റ്റ് ഷേപ്പിലോട്ട് ഇത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത സെറ്റിലോട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. 3 ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ചെയിൻ കൂടെ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതേ സ്റ്റേജിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 6 ഡബിൾ ക്രോഷ് നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലിപ്പ് സ്റ്റിച്ച് ലാസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു ഫ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ നേരത്തെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കിട്ടുന്നത്. ലാസ്റ്റ് നമ്മളൊരു ഫ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇന്ന് ഇത്രയും ഇത്രയും ഹൈറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ അത്യാവശ്യം വലിയ ടോട്ട് ബാഗാണ് ചെയ്യുന്നത്. ഇനി എൻ്റെ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ ഇതിൻ്റെ ലെങ്ത്തിന് അത്രയും നിങ്ങൾ ലെങ്ത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 82 ചെയിൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് ആ സ്ക്രാപ്പിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചെയിൻ വിട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മൾ എല്ലാ സമയം സിംഗിൾ ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കേണ്ടിരിക്കുക. സിംഗിൾ ക്രോഷേ ചെയ്താൽ ഒരു രസം കാണുന്നത് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ സ്ക്രാപ്പിൻ്റെ ലെങ്ത്തും അതുപോലെ തിക്നെസ് ഒക്കെ നിങ്ങൾക്ക് അളവിന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബാഗിൽ നിങ്ങൾക്ക് ഏത് അളവ് വേണോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മൾ ഒരു ചെയിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫുള്ള് എല്ലാ തവണ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എത്ര തവണ ചെയ്യാനായിട്ട് പറ്റും അത്രയും തവണ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഫ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്ക്രാപ്പ് എടുത്തിട്ട് ഇതിനകത്ത് മൊത്തം ഇങ്ങനെ ഫ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനൊരു ഫൺ ഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും.